ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, ഇമാം അഹ്മദ് തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അന്നാസ് വയസ്ബിറു അലാ അദാഹും അഫ്ളലു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു അന്നാസ് വലാ യസ്ബിറു അലാ അദാഹും. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ വിഷയത്തിൻ്റെ ഏകദേശം മറ്റൊരു ഭാഗം, അതായത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസി, ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ പലപ്പോഴും പല ആളുകളാലും പാരവെക്കപ്പെടുകയും പല ആളുകളാലും ആക്ഷേപിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയൊക്കെ ചെയ്യും. ആരോപണങ്ങൾ സഹിക്കേണ്ടി വരും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും കഴിയൂല. ആളുകൾ പല വ്യത്യസ്ത പ്രകൃതക്കാർ, വ്യത്യസ്ത സ്വഭാവക്കാർ, വ്യത്യസ്ത ചിന്താഗതിക്കാർ, വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകൾ. ഈ വീക്ഷണ വൈജാത്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവർ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയൊക്കെ വ്യത്യാസമാണല്ലോ. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾക്കും കഴിയില്ല. മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഏത് സംഘടനാ രംഗത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പം ഞാൻ എന്തിനാ പറഞ്ഞത്, ഈ ആൾക്കാരെ കുത്തുവാക്ക് കേൾക്കണം, ആൾക്കാരെ കുറ്റം കേൾക്കണം, എന്ത് ചെയ്താലും കുറ്റം ബാക്കിയാവും, എന്തിനാ പൈനെന്ന് പറഞ്ഞിട്ട് രംഗത്തുനിന്ന് വിട്ടു നിന്നാൽ, നമ്മളിരിക്കേണ്ടടുത്ത് നമ്മളിരുന്നിട്ടില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ, നമ്മളിരിക്കേണ്ടടുത്ത് ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ എന്ത് ചെയ്യുക, ഖൈറിന് വേണ്ടിയിട്ട് ആ രംഗം അലങ്കരിക്കുക, ആ സ്ഥാനം സ്വീകരിക്കുക. എന്തിന്? അല്ലെങ്കിൽ നാട് മോശമാകും, ജനങ്ങൾക്ക് ഖൈറ് ലഭിക്കൂല എന്ന് കണ്ടാൽ നമ്മളവിടെ ചെന്ന് ഇരിക്കണം. ഇപ്പം നിലത്ത് കുറച്ച് പൈസ വീണെടുക്കുന്നുണ്ട്, ഒരു 2000 റുപ്യ അല്ലെങ്കിൽ 10000 റുപ്യ 50,000 റുപ്യൻ്റെ നോട്ടിൻ്റെ കെട്ട് നിലത്ത് വീണെടുക്കുകയാണ്. അത് ഞാനെടുത്ത് പുലിവാലാണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ കരുതിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയാൽ വേറെ വരുന്ന ഏതെങ്കിലും ചങ്ങായിമാരെ എടുത്തിട്ട് അത് സ്വന്തം ഉപയോഗിക്കും. എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ നടന്നു പോകണം, പള്ളീൻ്റെ മുറ്റത്ത് റൂട്ടുമ്മൽ ഒരു സ്വർണത്തിൻ്റെ മാല അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കൈച്ചെയിനോ പാൽസാരൊക്കെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതുകയാണ്, അപ്പോൾ ഞാൻ എടുത്താൽ പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ നൂലാമാരുണ്ടാവും, അത് പരസ്യം ചെയ്യണം, ഇതിന് ഉടമുണ്ടോ എന്ന് അന്വേഷിക്കണം, ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുക. അതാണ് നമ്മളൊക്കെ സ്വഭാവം. എന്നാൽ നമ്മളെടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പല ആൾക്കാരും വിശ്വാസമില്ലാത്ത ആൾക്കാരല്ലേ, ചെറുപ്പക്കാർ, പല ജാതി കോലത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരതെടുത്താൽ അതിൻ്റെ യഥാർത്ഥ ഉടമയിലേക്ക് അത് എത്തൂല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെടുക്കണം, നമ്മൾ കൈകാര്യം ചെയ്യണം. ഉറപ്പല്ലേ? വണ്ടിയിലോ മറ്റോ വലിയ പൈസ കണ്ടു, നമ്മളെടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും അലവരാതി എടുത്തിട്ട് പുട്ടടിക്കും, അവരെടുത്തിട്ട് സ്വന്തം കീശയ്ക്കിടുന്ന് കണ്ടാൽ നമ്മളെടുക്കൽ നിർബന്ധമാണ്. അതേമാതിരി തന്നെ എല്ലാം, ഏതെങ്കിലും സ്ഥാനം, പള്ളിയാണെങ്കിലും പാർട്ടി ആണെങ്കിലും ഇലക്ഷൻ ആണെങ്കിലും വാർഡാണെങ്കിലും നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ആ കുട്ടിച്ചോറാകുന്നതുകൊണ്ട് നമ്മൾ നിൽക്കണം. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പലതും പറയും. ഇന്ന് പല ആൾക്കാരും രംഗത്ത് നിന്ന് വിട്ടിക്കാൻ കാരണം അതാണ്, ഞാൻ അങ്ങോട്ടില്ല, ഞാൻ ആ കമ്മിറ്റിക്ക് ഞാൻ പോകാറില്ല, എന്തിനാ വെറുതെ ഫിത്നക്കും മസാദും എന്നാ കരുതുന്നത്. എന്നാ കേട്ടോ ഹദീസ്, അൽ മുഅ്മിനുല്ലദീ യുഖാലിതു അന്നാസ്, ജനങ്ങളോട് ഇടപഴകി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഅ്മിൻ എന്ന് താല്പര്യം. അൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ, അല്ലദീ യുഖാലിതു അന്നാസ, ജനങ്ങളോട് ഇടപഴകി ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിക്കുക. അപ്പോൾ യസ്ബിറു അലാ അദാഹും, അവരെ കുറേ ഉപദ്രവങ്ങളുണ്ടാവും, പല കുറ്റവാൾക്ക് പറയും, ഇല്ലാത്ത പറയും, ആരോപണങ്ങൾ ഉണ്ടാക്കും. എന്ത് ചെയ്താലും അവരെ പരിഗണിച്ചു, നമ്മളെ പരിഗണിച്ചില്ല, എന്ത് കൊടുത്താലും അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് തിന്നില്ല, ഇവിടെ തിന്നാൽ അവിടെ കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ ആരോപണങ്ങളുണ്ടാവും. ഒരു കാര്യം ചെയ്യുക, അതൊക്കെ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന മുഅ്മിനാണ് അഫ്ളലു, ഏറ്റവും ഉത്തമൻ, അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠൻ. ആരേക്കാൾ? മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിതു അന്നാസ വലാ യസ്ബിറു അലാ അദാഹും, ആൾക്കാരെ ഈ ഫിത്നയും ഫസാദും കേൾക്കാനാവില്ല, ആൾക്കാർ ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും കേൾക്കാനാവില്ല എന്ന് കരുതിയിട്ട് അതിലൊന്നും ഇടപെടാതെ ഒറ്റക്കൊരു അന്തർമുഖനായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അതിനേക്കാളും നല്ലത് ഇടപഴകി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് കേൾക്കണമൊക്കെ സഹിക്കുക. അങ്ങനത്തെ മുഅ്മിനാണ്. ഇതൊന്നും സഹിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കണവനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു പാഠാണ്, വലിയ സന്ദേശമാണ്. കാരണം പലപ്പോഴും പല ആളുകളും നല്ല രംഗത്തു നിന്നൊക്കെ വിട്ടുക്കാനുള്ള കാരണം ഈ ഒരു ചിന്തയാണ്. ചിന്ത എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണം. നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റൂല, പലവരുടെയും അതൃപ്തി വാങ്ങേണ്ടി വരും, പലവരുടെയും പിന്നെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആ പൊതുരംഗത്തേക്കില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കും.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മതി അവിടെ നായി കയറിയിരിക്കും, അതാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, സഹിക്കാനുള്ള മനസ്സ് ആദ്യം ഉണ്ടാക്കുക. ഒരു നേതൃ പദവി അലങ്കരിക്കുമ്പോൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് ക്ഷമിക്കാനുള്ള മനസ്സാണ്. ക്ഷമ പലപ്പോഴും കൈവിട്ട് പോകും, എന്നാലും തോപ ചെയ്യുക, പിന്നെ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പൊതുരംഗത്ത് തന്നെ വിട്ടു നിൽക്കാതെ അന്തർമുഖനാകാതെ ഉള്ളു വലിയാതെ പൊതുരംഗത്ത് സജീവമായി നിൽക്കുക. എത്ര നേതാക്കന്മാർ നമുക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർ എന്തൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, എത്ര മതനേതാക്കന്മാർ എന്തൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വ്യഭിചാര ആരോപണം, സാമ്പത്തിക ആരോപണം, അതാക്കി ഇങ്ങനെ ആരോപണങ്ങൾ പേജിലും സ്റ്റേജിലൊക്കെ കേട്ടിട്ടും പിന്നെ അവർ ദീനിന് വേണ്ടി പ്രവർത്തിക്കണില്ലേ. എത്ര വലിയ വലിയ ആലിമീങ്ങൾ, എത്ര വലിയ വലിയ മഹാന്മാർ നിരന്തരം അവരെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക, അസൂയ കൊണ്ട് വെറുപ്പുകൊണ്ട്. എന്നിട്ട് അതൊക്കെ സഹിച്ച ഐറ്റങ്ങൾ പാവം കഷ്ടപ്പെട്ട് അവനാൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഉമ്മാൻ്റെയൊക്കെ മുമ്പ് വെച്ചിട്ടാണ് അവരുടെ വ്യഭിചാര ആരോപണം പബ്ലിക്കായിട്ട് കേൾപ്പിക്കപ്പെടുന്നത്. ഒക്കെ സഹിച്ചിരിക്കണില്ലേ, അവർക്ക് സ്വർഗമാണ്. കാരണം എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാകുമല്ലോ എന്ന് പേടിച്ചിട്ട് മിണ്ടാതെയും ആൾക്കാരുടെയൊക്കെ ഇറങ്ങാതെയും ഒറ്റയ്ക്ക് ഇങ്ങനെ കയ്യേറുന്ന സ്വഭാവമല്ല അള്ളാഹ്ക്ക് ഇഷ്ടം. സഹിച്ചിട്ട് പൊതുരംഗത്ത് തന്നെ നിൽക്കുക. അൽ മുഅ്മിനു മുഅ്മിനായ മനുഷ്യൻ അല്ലദീ യുഖാലിത്തുന്നാസ്, ജനങ്ങളോട് ഇടപഴകി പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ, എന്നിട്ട് സഹിക്കുക, ക്ഷമിക്കുക. വയസ്ബിറു അലാദാഹും, എന്നിട്ട് ബുദ്ധിമുട്ടുകളും ആൾക്കാരെ കുത്തുവാക്കലൊക്കെ ക്ഷമിച്ചിട്ട് പൊതുരംഗത്ത് തന്നെ നിൽക്കലാണ്. പൊതുരംഗം വിട്ടിട്ട് ഒറ്റയ്ക്ക് കഴിയുന്നവനേക്കാൾ നല്ലത് അഫ്ളലു മിനല്ലദീ ലാ യുഖാലിത്തുന്നാസ, ജനങ്ങളോട് ഇടപഴകാതെ പൊതുരംഗത്ത് നിൽക്കാതെ. എന്നാ പിന്നെ വയസ്ബിറു അലാദാഹും, പിന്നൊരു ബുദ്ധിമുട്ടില്ലല്ലോ, പിന്നെ ഒന്നും സഹിക്കണ്ടല്ലോ, ഒന്നും കേൾക്കണ്ടല്ലോ, ആൾക്കാരൊന്നും പറയല്ലോ, ഓൻ്റെ കുട്ടികളും പെണ്ണുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ആൾക്കാരുടെ ഉപദ്രവം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കണ മുഅ്മിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ഒക്കെ സഹിച്ചും ക്ഷമിച്ചും കണ്ടും കേട്ടും പുറത്തും പൊതുരംഗത്ത് തന്നെ നിൽക്കുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താ പറഞ്ഞത്, അതല്ലദീ യഹ്സുലു ആദതൻ മിൻ മുഖാലതത്തിൻ നാസി അല ഇഖ്തിലാഫി തബാഇഹിം വ അംസിജതിഹിം. പല പ്രകൃതക്കാരായിരിക്കും, ചില ആൾക്കാർക്ക് ശുണ്ഠി മൂക്കത്തായിരിക്കും, തെറി പറയും. ഫമിൻഹും സയ്യിഉൽ ഖുലുഖി, ചീഞ്ഞ സ്വഭാവക്കാരുണ്ടാവും, വളരെ വൾഗർ സ്വഭാവക്കാർ, മോശം ക്യാരക്ടർ, യൂസ്ലെസ് ആയ ആൾക്കാരുണ്ടാവും, തീരെ ഒരു സെൻസ് ഇല്ലാത്ത വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരൊക്കെ സഹിച്ച് നിൽക്കാനല്ല എന്താ കാട്ടുക. ഫമിൻഹും സലീത്തുൽ ലിസാൻ, അവരെ നാവുമ എന്താ വരുന്നറിയില്ല, തൊള്ളർത്താ തെറിയ പറയുള്ളൂ. മരിച്ച ബാപ്പാനെ പറയും, ഭാര്യനെ പറയും, എല്ലാവരും പറയും. അമിനുഹുമുൽ ജാഹിലു, പറ്റ പൊട്ടന്മാരുണ്ടാവും, വിവരക്കേട്. അപ്പോൾ അതൊക്കെ സഹിച്ച് നിൽക്കുക തന്നെ, എല്ലാം എന്താ ചെയ്യുക. വാഇദു അനിൽ ജാഹിലി, ഖുറാൻ പറയുന്നുണ്ട്. വാഇദു അനിൽ ജാഹിലി, മെയിൻ ചെയ്യണ്ട. അവർ പലതും പറയും, വാട്സപ്പിൽ പലതും പറയും, ഗ്രൂപ്പിൽ പലതും പറയും. കേട്ടിങ്ങനെ എങ്ങനെ സഹിച്ച് നിൽക്കാൻ കഴിയില്ല നമുക്ക്, എന്നാലും സഹിക്കന്നെ. ജാഹിലിങ്ങളെ ആൾക്കാരുണ്ടാവും, അള്ളറും ഫിത്തനക്കാരെ വെറും കുത്തിത്തിരിപ്പിൻ്റെ ആൾക്കാർ മാത്രമായിരിക്കും. അതൊക്കെ സഹിച്ച് നിൽക്കുക. അപ്പോൾ മുഖാലത്തു ഹാഉലായി തഖ്തലി അല്ലാ യുസ്ലിമുൽ മുഖാലത്തു ലഹും മിൻ ശർരി തുബാഇഹിം വസൂഇ അഖ്ലാഖിഹിം കസബ്ബി വശത്മി വൽ ഇഹാന, നിന്ദിക്കലുണ്ടാകും, ചീത്ത പറയലുണ്ടാകും, കുറ്റം പറയലുണ്ടാവും, വനഹവി ദാലിക. അതെല്ലാം ക്ഷമിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുക. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പോൾ സ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ടല്ലത്, സംഗതി ഇറക്കണ്ടേ. പലപ്പോഴും ഒരു പള്ളിൻ്റെ സെക്രട്ടറി ആകുമ്പോൾ, പള്ളിൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ, പള്ളി കമ്മിറ്റി മെമ്പർമാരാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഓഫീസിലൊക്കെ നിൽക്കുമ്പോഴേ ആൾക്കാർ ഇതിൽ എന്താ പറയാറിയില്ല, ആണ്ട് ചീത്ത പറയും, മൂത്തൊക്കി കുറ്റം പറയും, ഒന്നും ഉണ്ടാവില്ല, ശരി എന്തെങ്കിലും വിഷയമായിരിക്കും. ഹൗദിൽ വെള്ളം കുറഞ്ഞാൽ സെക്രട്ടറിനെ കമ്മിറ്റിക്കാരെ വെച്ചിട്ട് തെറിയാണ്ട് പറയാം. ഹൗദിൽ വെള്ളം കുറഞ്ഞാൽ വിഷയം, ഒരു ബൾബ് വീസായാൽ, അല്ലെങ്കിൽ പള്ളീൻ്റെ പൈസ കൂട്ടിയ വരിസംഖ്യ കൂട്ടിയാൽ കുറച്ചാൽ, അല്ലെങ്കിൽ കണക്ക് ഇതിനടുത്ത് മനുഷ്യനല്ല പേവ് സംഭവിച്ചാൽ രണ്ട് പദത്തേറെ. ഇതൊക്കെ സഹിച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലോ, ശമ്പളത്തിനും പറയല്ലോ. ഞാൻ പൊതുവായ കാര്യം പറയാം. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കലാണ്. ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്നേക്കാൾ ഹൈറായത് എന്ന് ഹബീബായ മുത്തനബിതങ്ങൾ പഠിപ്പിക്കാൻ. മനുഷ്യന്മാരെല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റൂല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നല്ലോ, വഅഖ്തു ഫഖാലു വലാ തഹതശിം. നമ്മൾ ചിരിച്ചാണെങ്കിൽ ആൾക്കാർ പറയും, ആളെ സോപ്പിടാൻ നമ്മളിങ്ങനെ ചിരിച്ചെടുക്കുകയാണ്, ഒരു ഉടുപ്പില്ലാത്ത ആളാണ് അറിയും. ബക്കൈതു ഫഖാലു അബ്ലാ തബ്തസൈം. നമ്മൾ ടെൻഷനെ എടുക്കുകയാണെങ്കിൽ ആൾക്കാരെയും അയാളെ മൂത്തൊക്കെയാൽ ആരോട് മനുഷ്യരോട് അയാൾ ചിരിച്ചൂല. ഒരാളോടും അയാൾ ചിരിച്ചാത്തൊരു പ്രകൃതിയാണ് എന്ന് കാര്യമല്ല. എപ്പോഴും ഇങ്ങനെ ഒരു ജാടയാണ് അയാൾക്ക് അറിയും. ചിരിച്ചാലും കുറ്റം, ചിരിച്ചാതിരുന്നാലും കുറ്റം. ബസംതു ഫഖാലു യുറാഇ ബിഹാ അബസ്തു ഫഖാലു ബദാമാക്കത്തം. ചിരിച്ചെടുക്കുന്ന ആൾക്കാർ പറയും ഇതൊക്കെ വഞ്ചനയാണ്, ഉള്ളിൽ ഫുള്ള് അയാൾക്ക് കുത്തിത്തിരിപ്പാണ്, പുറത്തിങ്ങനെ ചിരിച്ചോണം നോക്കണ്ട, എന്താ അയാളുടെ സാധനം എന്ന് പറയും. സമത്തൊന്നും മിണ്ടാതിരുന്നാലോ അപ്പോൾ ആൾക്കാർ പറയും അയാളൊന്നും സംഗതിക്ക് പറ്റൂല. ഫഖാലു കലീലുൽ ലിസാൻ, അയാളൊന്നും മുണ്ടൂല, തൊള്ളർന്ന് വർത്താനം പറയണ്ടേ, ഒരു മനുഷ്യരോട് എന്തെങ്കിലും പറയണ്ടേ, അയാളൊന്നും പറ്റൂല, അയാളൊന്നും മുണ്ടൂല അറിയും. ഇനി മുണ്ടിയാലോ
നതഖ്തൂഫഖാലു കസീറുൽ കരീം, സംസാരിച്ച ആൾക്കാരെ പറയും അയാളൊരു വായാടിയാണ്, ഒന്നും പറ്റൂല, അങ്ങനെ കരാറാറ് വർത്തനം പറഞ്ഞുകൊടുക്കുന്ന പറയും. ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ പ്രകൃതി. അങ്ങനെ ഹലിംതു ഫഖാലു സനിഉൽ ജബാൻ വലൗകാന നീ ക്ഷമിച്ചാലോ ഒക്കെ മിണ്ടാതെ ക്ഷമിച്ചെന്ന് ആൾക്കാരെ പറയും ഓനൊന്നും അതിന് പറ്റൂല, അവൻ മിണ്ടാതെ നിൽക്കും, കുറച്ച് അങ്ങോട്ട് തിരിച്ച് പറയണം, അവൻ ഭീരുവാണ്, ഒന്നും മിണ്ടൂല, പറയേണ്ടടുത്ത് പറയണം എന്ന് പറയും. ഇനി പറയേണ്ടടുത്ത് പറഞ്ഞ ആൾക്കാർ പറയും വലൗകാന മുഖ്തദിനല്ലന്തക്കം, അയാൾ അങ്ങനെ പറയണ്ടില്ല, ഞങ്ങൾക്ക് ക്ഷമിച്ചാൽ പോരെ, നേതാവൊക്കെ ആകുമ്പോൾ ക്ഷമയാണ് വേണ്ടത്. ഓ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഇയാൾ പറയാൻ പാടുണ്ടായിനോ? അയാൾക്ക് തരും വിവരമല്ല, എന്നാൽ ഇപ്പോൾ ക്ഷമിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ മുണ്ടിയാലും കുറ്റം, മുണ്ടിയില്ലെങ്കിലും കുറ്റം, ക്ഷമിച്ചാലും കുറ്റം, ക്ഷമിച്ചില്ലെങ്കിലും കുറ്റം, സഹിച്ചാലും കുറ്റം, സഹിച്ചില്ലെങ്കിലും കുറ്റം, ചിരിച്ചാലും കുറ്റം, ചിരിച്ചില്ലെങ്കിലും കുറ്റം, അങ്ങനെയാണ്. ഇനി ബസൽത്തു ഫഖാലു തേശുംബി മാക്കാനം ചിത്രൻ ലൗ ഹക്കം, എന്ത് ചെയ്താലും കുറ്റമായിരിക്കും എന്നർത്ഥം. ഓനങ്ങനെ അവിവേകം പ്രവർത്തിക്കാൻ പാടില്ല, ഇനി ഇപ്പോൾ ക്ഷമിച്ചാൽ മതിയായിരുന്നു പറയും. ഇനി ക്ഷമിച്ചില്ലെങ്കിൽ നേരെ മറിച്ചും പറയും. എന്നിട്ട് യഖൂലൂന ശ്രദ്ധ ഇദാ ഖുൽതുല വ ഇമ്മാഅതുന ഹീന വാഫഖ്തുഹും ഫയകൻതുന്നി മഹ്മാറത്തു റിദന്നാസി, ഒരു നിലക്കും ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയൂല, ലാബുദ്ദ മിൻ അൻ ഉദം, ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കേണ്ടി വരും, അതിന് ആരും കഴിച്ചിലാവില്ല. അതാണ് കവി പറഞ്ഞത് വമാ അഹദും മിനൽ സുനിന്നാസി സാലിമ വലോ അന്നഹു ദാകൻ നബിയുൽ മുതഹറു, നബിയാണെങ്കിൽ പോലും ജനങ്ങളെ നാവുന്ന് രക്ഷപ്പെടൂല, ഒരാളും ജനങ്ങളെ നാവുന്ന് രക്ഷപ്പെടൂല. വമാ അഹദും മിനന്നാസി മൽസുനിന്നാസി സാലിമ, ജനങ്ങളെ കുറ്റം പറയരുത് എന്ന് കരുതിയാൽ നടക്കൂല, ഒരാളെ നാവിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുണ്ടാവില്ല. കാരണം വലുവന്നഹൂദാക്കൻ നബിയുൽ മുത്തഖറു, പരിശുദ്ധനായ ഒരു പ്രവാചകനാണെങ്കിലും ആൾക്കാർ കുറ്റം ബാക്കിയേക്കാരം. ഫഇൻകാന മിഖദാമൻ യഖൂലൂന ഹുവജു വഇൻകാന മിഫ്ളാലൻ യഖൂലൂന മുഹദറു, എല്ലാ രംഗത്തും ഇറങ്ങാൻ ആൾക്കാർ പറയും എല്ലായിടത്തും ആളായിട്ടുണ്ടാവും, എല്ലായിടത്തും മണ്ടിപ്പോഞ്ഞ ആൾക്കാരുടെ ഇടയിലൊക്കെ അങ്ങനെ പറയും. എന്തില്ലെങ്കിൽ നേരെ മറിച്ചും പറയും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മൾ ആക്ഷേപിച്ചാലും മത് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ഒന്നും കരുതണ്ട. പിന്നെ അള്ളാഹനെ മാത്രം പേടിക്കുക, അവൻ വലുതാണല്ലോ. ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റിയ ഹദീസുകളും സന്ദേശങ്ങളൊക്കെയാണ്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കൽ അങ്ങനെയാണ്, കുത്തുവാക്ക് കേൾക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് നിന്ന് വിട്ടു നിൽക്കലല്ല വേണ്ടത്, അതെല്ലാം സഹിച്ചു നിൽക്കുന്ന മൂമിനാണ് അല്ലാഹു ഉത്തമം. ഈ ഹദീസൊക്കെ നമുക്ക് പാഠമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.